ബ്രിട്ടൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫിനെ കൈപ്പുഴ സ്വദേശി കൂടിയായ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് അഭിനന്ദിച്ചു. മാന്നാനം KE കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് ഇരുവരും. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി MP എന്ന ചരിത്ര നേട്ടത്തിന് ഉടമയായ സോജൻ ജോസഫ് പതിറ്റാണ്ടുകൾ നീണ്ട ജനസേവനത്തിലൂടെ ആർജിച്ച ഈ സ്ഥാനലബ്ധിയിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് അനുമോദന സന്ദേശത്തിൽ ആനന്ദബോസ് പറഞ്ഞു. കൂടുതൽ ഉന്നതങ്ങളിലെത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി വിജയിച്ചിരിക്കുന്നത്. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫ് ആഷ്ഫഡ് മണ്ഡലത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. ആഷ്ഫഡ് ബറോ കൗൺസിലിലെ കൗൺസിലറും NHSൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് സോജൻ ജോസഫ്. ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായ സോജൻ ജോസഫ് കൺസർവേറ്റീവിലെ ഡാമിയൻ ഗ്രീനിനെ 1779 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റിൽ നിന്നാണ് സോജൻ ജോസഫിന്റെ വിജയം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സോജൻ ജോസഫിന് 15,262 വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഡാമിയൻ ഗ്രീനിന് 13,484 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. കോട്ടയം ജില്ലയിലെ കൈപ്പുഴ സ്വദേശിയാണ് സോജൻ. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സോജൻ ജോസഫ് മാന്നാനം KE കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2001 സോജൻ നഴ്സിംഗ് ജോലിയുമായി ലണ്ടനിൽ എത്തിയത്. വില്യം ഹാർവി ഹോസ്പിറ്റലായിരുന്നു ആദ്യ ജോലി. പിന്നീട് ആഷ്ഫഡിലേക്ക് മാറി. ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായതോടെയാണ് UK സോജൻ ജോസഫ് മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർക്കിടയിൽ സജീവമായത്. പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക മണ്ഡലമാർന്ന ആഷ്ഫോർഡിൽ അട്ടിമറി വിജയമാണ് സോജൻ സ്വന്തമാക്കിയത്. സോജൻ ജോസഫ് മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമേ സോജന്റെ വീട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നുള്ളൂ. കഴിഞ്ഞ മാർച്ചിൽ വീട്ടിൽ വന്നു പോയതാണത്രേ. ബംഗളൂരുവിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി 23 വർഷം മുമ്പ് ലണ്ടനിലേക്ക് നഴ്സായി പോയതാണ് സോജൻ ജോസഫ്. ഒരു വർഷം അവിടെ പ്രാദേശിക കൗൺസിലറായിരുന്നു. കൈപ്പുഴ സെയിന്റ് മാത്യൂസ് LPS, സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാന്നാനം KE കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. നാട്ടിൽ വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലെ അംഗമായിരുന്നു. കൈപ്പുഴ ചാമക്കാലയിൽ ജോസഫിന്റെയും പരേതിയായ എലിക്കുട്ടിയുടെ മകനാണ്. ജോയി, സൈമൺ, ആലിസ്, ഷേർലി, വത്സമ്മ, സിബി എന്നിവരാണ് സഹോദരങ്ങൾ. ഭാര്യ ബ്രൈറ്റ ജോസഫ്. വിദ്യാർത്ഥികളായ ഹന്ന, സാറ, മാത്യു എന്നിവർ മക്കളാണ്. നാട്ടിലെത്തുമ്പോൾ സോജന് വലിയ സ്വീകരണം നൽകാൻ കാത്തിരിക്കുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ന്യൂസ് ഡെസ്ക് കർബനസ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് അതേസമയം ലേബർ പാർട്ടി നേടിയിരിക്കുന്നത്. 650 അംഗ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 326 സീറ്റ് ലേബർ പാർട്ടി മറികടന്നിരിക്കുകയാണ്. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത്. ഋഷി സുനാക് തോൽവി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാർമർ ഇതോടെ UKയുടെ പുതിയ പ്രധാനമന്ത്രിയാവുകയാണ്. ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാസ് സീറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജയം. നേരത്തെ 410 സീറ്റും ലേബർ പാർട്ടി നേടും എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചിരുന്നത്